എവിടെയാ പ്രകാശം അറിയാ പാത നീളേ ഇരുൾ പരന്നൊരു നേരം ഹായ് നമസ്കാരം, ഞാൻ ആതിര. ഏവർക്കും ഫ്രൈഡേ ഫെയിമിലേക്ക് സ്വാഗതം. നിഴലാകുമാ ചോദ്യമോ പൊഴിഞ്ഞിടാ മഴമേഘമായി എവിടെയാ. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ശ്രീ രഞ്ജിത്ത് ചേരാമനാണ്. പാത നീളേ. ഈ പാട്ട് വളരെ എന്താ പറയാ വിശേഷപ്പെട്ട എന്റെ കരിയറിൽ സംഭവിച്ചൊരു പാട്ടാണ്. അതില് പല റീസൺസും ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പടത്തിന്റെ നായകൻ ആസിഫ് അലി, അദ്ദേഹത്തിന് വേണ്ടി പാടണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് ഇതിലൂടെ സാധിച്ചു. പിന്നെ ആഭ്യന്തര കുറ്റവാളി ഡയറക്ട് ചെയ്തിരിക്കുന്ന സേതുനാഥ് പത്മകുമാറാണ്. ഇത് നൈസാം സലീം അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് പാട്ട് എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്താണ്. പിന്നെ ചെയ്തിരിക്കുന്നത് എന്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ബിജി ബാൽ സാറാണ്, ബിജിയേട്ടനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല രീതിയിലും വിശേഷപ്പെട്ട ഒരു പാട്ടാണ്. കൂടാതെ ഒരു വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു രാഗമാണത്, നാസിക ഭൂഷണി എന്ന് പറഞ്ഞിട്ട് അതിൽ ചെയ്തിരിക്കുന്ന പാട്ടാണ്. അപ്പൊ അങ്ങനെ ചലഞ്ചിങ് ആയിരുന്നു ഈ സോങ്. എവിടെയാ പ്രകാശം അറിയാ പാത നീളേ ഇരുൾ പരന്നൊരു നേരം മനം തളർന്നൊരു യാനം നിഴലാകുമാ ചോദ്യമോ പൊഴിഞ്ഞിടാ മഴമേഘമായി. സിനിമയിലേക്കുള്ള ഒരു എൻട്രി അതെങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മൂവി ബാക്ക്ഗ്രൗണ്ടോ ഉള്ള ഒരു ഫാമിലി അല്ല എന്റെ. സ്വാഭാവികമായിട്ടും സ്കൂൾ യുവജനോത്സവങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ള ഈ കലാലയത്തിലാണെങ്കിലും യൂത്ത് ഫെസ്റ്റിവൽസ് ആണ് എന്റെ ഏറ്റവും കൂടുതൽ എന്നെ ഈ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വരാൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ പഠിച്ചത് എം ജി യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ലൈറ്റ് മ്യൂസിക്കിന് എനിക്ക് പ്രൈസ് കിട്ടുന്നത് യൂണിവേഴ്സിറ്റി ലെവലിൽ. അപ്പൊ ആ പാട്ട് കമ്പോസ് ചെയ്തത് ബിജി ബാൽ സാറാണ്, ബിജിയേട്ടനാണ്. അപ്പൊ അന്ന് അദ്ദേഹം സിനിമയിലില്ല, പക്ഷെ പാരലി പുള്ളി മ്യൂസിക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ അതാണ് സത്യം പറയാനുള്ള ഒരു തുടക്കം, പുള്ളിയായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ തുടക്കം. അപ്പൊ ആ പാട്ടിന് പ്രൈസ് കിട്ടുകയും അത് പുള്ളിയെ കാണാനായിട്ടുള്ള ഒരു ഇടയുണ്ടാക്കുകയും പിന്നെ പുള്ളിയുടെ സിനിമേതരമായിട്ടുള്ള ഒരുപാട് വർക്കുകളിൽ ഭാഗമാകാൻ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി അറബിക്കഥയിലൂടെയാണ് സിനിമ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതില് തിരികെ എന്നുള്ള ദാസാറ് പാടിയ പാട്ടിന്റെ കോറസ് പാടാനായിട്ട് പുള്ളി വിളിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് മൂവി ഫീൽഡിലേക്ക് ഫസ്റ്റ് നമ്മളൊരു കോറസ് പാടിയിട്ടാണ് ഇത് കടന്നു വരുന്നത്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എന്റെ സിനിമയിലേക്കുള്ള കടന്നു വരവ്. വാനം നീലയാണ് ബായ്, പാലം തൂണിലാണ് ബായ്, ഞാൻ ഇങ്ങനാണ് ബായ്. രഞ്ജിത്തേട്ടൻ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് ബിജി ബാൽ സാറായിട്ടാണല്ലോ. യെസ്, അത് സത്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പാടിയിട്ടുള്ളത്. അദ്ദേഹം ഇതുപോലെ എന്താ പറയാ ബഡിങ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സിനെ പുള്ളി ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഞാനും സംഭവിച്ചു എന്നാണ്. അപ്പോൾ ആദ്യം പാടുന്നത് സെവൻസ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. അത് ഞാനും അരുൺ എളാട്ട് എന്നുള്ള സിംഗറും കൂടിയിട്ടാണ് ഒരു പാട്ട്. ആ പാട്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. കാലമൊന്നു കാലാൽ തട്ടിവിട്ട കേളി പന്ത് പോലെ വാനിൽ പൊന്തി വന്ന സൂര്യൻ എന്നുള്ള മനോഹരമായിട്ടുള്ള വരികൾ ഒരു ഫുട്ബോൾ സോങ് ആണ്. കാലമൊന്നു കാലാൽ തട്ടിവിട്ട കേളി പന്ത് പോലെ വാനിൽ പൊന്തി വന്ന സൂര്യൻ മേഘമെന്ന ജാലം. പിന്നെ അതിനോട് തുടർന്ന് സംഭവിക്കുന്നതാണ് ഡാത്തടിയ എന്നുള്ള മൂവി. അതിലെ പാട്ടും അത്യാവശ്യം ആ സമയത്ത് ഒരു എന്താ പറയാ ഒരു ഓളം ഉണ്ടാക്കിയ പാട്ടാണ്. അത് ലോകമുണ്ടയാണ് ബായ്, ഞാനിങ്ങനാണ് ബായ് എന്നുള്ള പാട്ട്. അതും ഇതുപോലെ നല്ലൊരു പാട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡാത്തടിയ മൂവിയിലെ പാട്ടിലേക്ക് പോയാലോ? ലോകം ഉണ്ടയാണ് ബുദ്ധിമണ്ടേലാണ്, ഈടെ പാമ്പുണ്ട് ഈടെ പല്ലിണ്ട് ഈടെ ചീങ്കണ്ണിയുണ്ട്, ഞാനുമുണ്ട് നീയുമുണ്ട് ബായ്.
വാനം നീലയാണ് ബായ്, പാലം തൂണിലാണ് ബായ്, ഞാൻ ഇങ്ങനാണ് ബായ്, അതിനെന്താണ് ബായ്. ചേട്ടാ നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ തുടർന്ന് ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ ഇതിനിടയിൽ നമ്മൾക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാല് MK അർജുനൻ മാഷ് പോലെയുള്ളതും പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി പോലുള്ള സീനിയർ മോസ്റ്റ് സംഗീതജ്ഞരുടെ, അതായത് ഗുരുക്കന്മാരെ അവരുടെ മ്യൂസിക്കിൽ പാടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ എല്ലാം എനിക്കൊരു നമ്മൾ അർഹിക്കുന്നതിൽ കൂടുതൽ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. സിനിമകളിലല്ലാതെ പ്രൊഫഷണൽ നാടകങ്ങളിൽ പാടാറുണ്ട് പറഞ്ഞില്ലേ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇരുളിൽ വെയിൽ കോലം തെളിയും കനൽ കാലം കനവിൻ നീലമേലെ. സിനിമ പോലെ തന്നെ മറ്റൊരു പാരലലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഡ്രാമസ്, പ്രൊഫഷണൽ ഡ്രാമ, നാടകങ്ങളുടെ പണ്ട് അത് ലൈവായിട്ട് പാടിയിരുന്നെങ്കിൽ ഇപ്പോ അത് സിനിമ പോലെ തന്നെ പ്രീ റെക്കോർഡഡ് ആണ്. സിറ്റുവേഷൻ സോങ്സ് വരികൾ എഴുതി കമ്പോസ് ചെയ്ത് നമ്മളെ വിളിച്ച് സ്റ്റുഡിയോസിൽ പാടിച്ച് അങ്ങനെയാണ് ഇപ്പോഴും ഡ്രാമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഒരുപാട് മഹാരഥന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പോ കണ്ടംപററി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നാടകം എന്ന് പറയുമ്പോൾ ഒരു പേര് ഞാൻ മറക്കരുത്. അപ്പോ ഈ നാടകത്തിലേക്ക് തന്നെ സത്യം പറഞ്ഞാൽ ആദ്യം പാടിക്കുന്ന സെബി നായരമ്പലം എന്ന് പറയുന്ന വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രതിഭാധനനായിട്ടുള്ള മ്യൂസിഷ്യനാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് നാടകത്തിന്റെ ഒരു എന്താ പറയാ ഫീൽഡിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് ആദ്യം. അദ്ദേഹം പാടിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ ഞാനിപ്പോ എത്തി നിൽക്കുന്ന ഇത്തരം മ്യൂസിഷ്യൻസിലേക്ക് ഇത്രത്തോളം കൈമാറ്റം ചെയ്യപ്പെടാനൊക്കെ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു കൈപിടിക്കലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോ ഇപ്പൊ അനിൽ മാളയുടെ സംഗീതത്തില് ഒരുപാട് നാടകങ്ങൾ എനിക്ക് പാടാൻ സാധിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരും സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് ആണ്. ഇപ്പോ രാജേഷ് ഇരുളം എന്ന് പറയുന്ന വളരെ എന്താ പറയാ 8-9 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ്. ഹേമന്ത് കുമാറാണ് രചനയ്ക്ക് കിട്ടിയ ആളാണ്. അനിൽ മാളയാണെങ്കിലും ഇപ്പോ ലാസ്റ്റ് ഇയർ വിന്നിംഗ് മ്യൂസിഷ്യൻ ആണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ്. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമായി കാണുന്നു. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഗായകൻ ശ്രീ രഞ്ജിത്ത് ജയറാമനാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ ബൈ. അകലും മഴലാഴം ഒറ്റയ്ക്കായി അറ്റത്തേതോ ഹൃദയം